നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വായിക്കുന്ന വെച്ചാൽ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുന്നത്, നമ്മളെ അനുഭവിക്കാൻ നമ്മളിൽ എന്താ ഉള്ളത്, നമ്മളെങ്ങനെയാണ് അനുഭവിക്കണം, നമ്മളെ അനുഭവിക്കാൻ നമ്മളിൽ എന്താണോ ഉള്ളത്. അപ്പം നമ്മളെ അനുഭവിക്കാൻ നമുക്ക് എന്താ ഉള്ളത്, നമ്മളെ അനുഭവിക്കാൻ നമുക്ക് എന്താ ഉള്ളത്, നമ്മളെ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മൾ കാണുന്നതിനകത്തൊരു അനുഭവമുണ്ട്, കേൾക്കുന്നതിനകത്തൊരു അനുഭവമുണ്ട്. മനസ്സിലായ? ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനകത്തൊക്കെ അനുഭവമുണ്ട്. പക്ഷേ ഇതൊക്കെ റിഫൈൻ ചെയ്ത് ഇതൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായ? എല്ലാത്തിലും അനുഭവമുണ്ട്, പക്ഷേ അതൊന്നും സ്ട്രോങ് ആക്കാൻ പറ്റുന്നില്ല, അതൊന്നും കൂടുതൽ മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാർ സഫർ ചെയ്യുന്നത്. സഫറിങ്ങിൻ്റെ കാരണം അത്രയേ ഉള്ളൂ. അല്ലേ? അതൊക്കെ വളരെ സൂക്ഷ്മ രീതിയിലിരിക്കുകയാണ്. അതെല്ലാം സ്ഥൂലത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് സ്ഥൂലത്തിലോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലേ? നമ്മുടെ അനുഭവങ്ങളെ തെളിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വസ്ഥത എന്ന് പറയുന്നത് അവിടെ ഒരു അനുഭവമുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് അസ്വസ്ഥത. അല്ലാതെ വേറെ യാതൊന്നുമില്ല. മനസ്സിലായ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. മനസ്സിലായ? പക്ഷെ ആ അനുഭവം വരുന്നത് നമ്മളിൽ നിന്ന് മാറി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പലതിനും പല വിധത്തിൽ ഒരു അനുഭവത്തിൽ നമ്മൾ സ്ഥായിയായിട്ട് നിലനിർത്തുന്ന ഭാഗത്തോട്ട് വരുന്നില്ല. നമ്മൾ നിരന്തരമാകണ്ടേ? നിരന്തരമായാലല്ലേ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. ഇത് നൈരന്തര്യത്തിലോട്ട് വരുന്നില്ല. പക്ഷെ അസ്വസ്ഥത എന്ന് പറഞ്ഞത് അനുഭവം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ. അല്ല, പക്ഷെ അത് നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാനാണല്ലോ. അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ ശീലത്തിൽ നിന്നാണ് ആ പ്രശ്നം വരുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ശീലമാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊരു ശീലത്തെ നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. ശീലം നിലനിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം നിരന്തരമായിട്ട് അനുഭവിക്കുന്ന ഭാഗം, അപ്പം നമ്മുടെ അനുഭവത്തിൻ്റെ ഉള്ളിലോട്ടാണ് അടുത്തത് മേർജാകുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് മേർജാകാൻ പറ്റാത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കല്ല് കടിച്ചു തിന്നാൻ പറ്റത്തില്ല, അത് നമുക്കവിടെ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ തുപ്പിക്കളയും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഭാഗത്ത് വേണ്ടാത്തത് സ്വീകരിക്കുന്നില്ല. മനസ്സിലായി? നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് കണ്ടത് ഒഴിവാക്കിയാണ്. അപ്പോൾ അനുഭവം വേണ്ടേ? അനുഭവം ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റത്തില്ലെന്ന് പറയണത്. അനുഭവം ഇല്ലാതെ എന്ത് പറ്റത്തില്ലെന്ന് എങ്ങനെ പറയും? അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. മനസ്സിലായി? എല്ലാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, നിരന്തരം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അനുഭവത്തെ നമ്മൾ നിരന്തരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അനുഭവത്തെ നിരന്തരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതം? പലരും വന്നിട്ടും അവരുടെ തർക്കങ്ങൾ എങ്ങനെയാണ്? അവർ തർക്കിക്കുന്നത് എങ്ങനെയാണ് തർക്കിക്കുന്നത്? അത് ശരിയല്ല, ഇത് ശരിയല്ല, മനസ്സിലായ? ഇങ്ങനെയൊന്നും പാടില്ല, ഞങ്ങൾ ചോദ്യം ചെയ്യും. പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യും. ഇതൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങൾ എന്താണ് പറയണത്? നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുവെച്ചാൽ ആ പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ അവരുടെ അനുഭവത്തിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, നിങ്ങളെന്താ ചെയ്യുന്നത്? ഇവിടെ പുതിയതായിട്ട് എന്താണ്ട് ചെയ്തു കൊണ്ടുവരികയാണെന്നുള്ളൊരു തോന്നലാണ്. അച്ഛാ, ആർക്കും പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല. അച്ഛാ, ആർക്കും പുതിയതായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അച്ഛാ, അങ്ങനൊരു ഭാഗം നടക്കത്തില്ല. ആർക്കും പുതുതായിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. മനസ്സിലായി? അങ്ങനൊരു വിഷയം ഒരിക്കലും നടക്കത്തില്ല. അതായത് നമ്മൾ കേൾക്കുന്ന കാര്യം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമുക്ക് അവിടെ ഒരു അനുഭവമുണ്ട്. അനുഭവം നിരന്തരമുണ്ട്. ആ അനുഭവത്തിലാണ് നമ്മൾ തുടരേണ്ടത്.
അത് അനുഭവത്തിലേ തുടരാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത ഒന്നിലും തുടരാൻ പറ്റത്തില്ല. തുടർച്ചയെന്ന് പറയുന്നത് അനുഭവത്തിലാണ്. അപ്പോൾ അനുഭവിക്കുന്നവനുണ്ടാകണ്ടേ, അനുഭവിക്കുന്നവനുണ്ടാകണം. അനുഭവം സാവകാശം തെളിഞ്ഞു വരാം. ഈ കണ്ണുകൊണ്ട് കാണുമ്പോഴൊരു അനുഭവമുണ്ട്, പക്ഷെ അത് നമ്മളുമായിട്ട് മേർജാകുന്നില്ല. താൽക്കാലികമായി പോകുന്നത്. അതെ, നമ്മളുമായിട്ട് മേർജാകുന്നത്. ഭക്ഷണം കണ്ട് പക്ഷെ കഴിക്കണ്ടേ, ഭക്ഷണം വായിൽ വെച്ച് തുപ്പിക്കളഞ്ഞ് കാര്യമുണ്ടാ? ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. വെള്ളം വായി വെച്ച് കൊപ്പിളിച്ച് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. അത് ഉള്ളിൽ ചെന്ന് നമ്മുടെ ശരീരമായിട്ട് ചേർന്ന് ആ പറയാഭിലാഷ. ഹലോ, സെബാസ്റ്റ്യൻ ചേട്ടാ, അത് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡിസ്റ്റർബ് ആവുമോന്ന് അറിയില്ല. ആവുമ്പോ ഞാൻ ഓഫ് ചെയ്യാം, ഞാൻ മ്യൂട്ട് ചെയ്തോളാം. സെബാസ്റ്റ്യൻ ചേട്ടാ, പിന്നെ ഇത് നമ്മള് ഒരു കാര്യങ്ങൾ കാണുമ്പോ അത് നമ്മൾ അനുഭവമായി മാറുന്നെന്ന് പറഞ്ഞിട്ടില്ലേ? അത് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ കണ്ടു, അപ്പൊ എന്ന് പറഞ്ഞാല് അയാളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കത് സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായി എന്ന് വിചാരിച്ചോ അയാള്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കത് സ്ഥൂലമായി അനുഭവിച്ച് തീർക്കാൻ വേണ്ടി പറ്റുക? അത് സ്വപ്നമായിട്ട് തന്നെ കിടക്കുന്നതെന്ന് വിചാരിച്ചോ? അപ്പൊ അത് സ്ഥൂലമായി അനുഭവിക്കാൻ എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്നല്ല. സ്ഥൂലമായി അനുഭവിക്കുമ്പോ വേറെയും ഒരുപാട് കാര്യങ്ങൾ വേണ്ട. സ്വപ്നമായി അനുഭവിക്കാൻ എളുപ്പമാണ്, ഉള്ളിൽ കിടന്ന് നമുക്ക് എന്തെങ്കിലും എല്ലാം സങ്കല്പിക്കാം. പക്ഷെ സ്ഥൂലമായി അനുഭവിക്കണമെങ്കിൽ അയാളെ കൂടെ സമ്മതം നമുക്ക് വേണം, അല്ലെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങളും കൂടി വേണ്ട സ്ഥൂലമായി അനുഭവിക്കണമെങ്കിൽ. അത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതെങ്ങനെയാണ്? അയാളുടെ സമ്മതം ആവശ്യമില്ല. ആദ്യത്തെ ഭാഗം മനസ്സിലാക്കുക. സ്ഥൂലമായിട്ട് അനുഭവിക്കുന്നത് അയാളെ ഭോഗിച്ച് ശാരീരികമായിട്ട് ഭോഗിക്കുമ്പോൾ സ്ഥൂലമായിട്ട് അനുഭവിക്കുന്നില്ല. ഇത് തെറ്റിദ്ധാരണയാണ്. എല്ലാവരുടെയും തോന്നൽ അവരുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ സ്ഥൂലമായിട്ട് അനുഭവിച്ചെന്നാണ്. അനുഭവിക്കുന്നില്ല. അതും ഇതുപോലെ തന്നെ സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് എളുപ്പമാണെന്ന് കരുതുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് സത്യസന്ധമായിട്ട് ഉള്ളിലോട്ട് പരിശോധിച്ചാൽ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളിൽ വ്യത്യസ്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് ഇപ്രകാരമുള്ള വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഹൃദയത്തിൻ്റെ സ്പന്ദനം കൂടും, ഹാർട്ടിൻ്റെ ബീറ്റ് റൈസാകാൻ തുടങ്ങും. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാൻ അയാൾ വന്ന് അയാളുമായിട്ട് ശാരീരികമായിട്ട് ഭോഗിച്ചു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ഈ മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കൈവിട്ടു പോകണിയെന്ന് ഒരു സമയം കഴിയുമ്പോൾ അത് മരിച്ചു പോകണിയെന്ന്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? അത് നാശത്തിന് കാരണമാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അനുഭവത്തിൽ തുടർച്ചയില്ലാത്തതിൻ്റെ പുറകെ പോയി വരുമ്പോൾ ശരീരം സാവകാശം രോഗത്തിന് വഴിപ്പെടും. അനുഭവം എടുക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അല്പസമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈ വിട്ടു പോകുന്നു. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ്? ആ അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല. ആ അനുഭവം നമ്മുടെ ശരീരത്തിൻ്റെ സവിശേഷതയുമായിട്ട് ചേരുന്നതല്ല. അതുകൊണ്ടാണ് ദേഷ്യം, സങ്കടം, ഭയം, വാശി ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതും നമ്മുടെ ശരീരത്തിൽ ചേരത്തില്ല. സ്ത്രീയുടെ ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് നമ്മളുടെ വളർച്ചയുടെ ഭാഗമല്ല. അത് നമ്മളുടെ അനുഭവമായിട്ട് മാറുന്നുമില്ല. ജീവിക്കുന്ന അനുഭവത്തിൻ്റെ ഭാഗത്ത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഒരിക്കലും ചേരത്തില്ല. മനസ്സിലായി? ഒരു കാരണവശാലും ലൈംഗികമായിട്ടുള്ള അവസ്ഥ നമ്മുടെ അനുഭവത്തിൻ്റെ ഭാഗമേ അല്ല. ജീവിക്കുന്ന ഭാഗത്ത് ലൈംഗികത ഒരു അനുഭവത്തിൻ്റെ ഭാഗമാകത്തില്ല. അതൊരു നൈമിഷികമായിട്ടുള്ള ജീവിക്കാത്തൊരു വ്യക്തിയുടെ സ്വപ്നം മാത്രമായിട്ട് മാറുകയാണ്. അല്ല, അതിനപ്പുറത്ത് വേറെ യാതൊരു കാര്യമില്ല. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് ലൈംഗികതയെ കേന്ദ്രീകരിച്ചാകാൻ പാടില്ല. അവിടെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ജീവനെ കേന്ദ്രീകരിച്ചാണ് ബന്ധങ്ങൾ. അതിന് മറ്റൊരു കാര്യം സാധിക്കും, എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. അതുപോലെ തന്നെയല്ലേ ലൈംഗിക സുഖവും? അല്പനേരത്തേക്ക് കിട്ടും, പിന്നെയും പോയി. എന്ത് കാര്യമിരിക്കണം അതിനകത്ത് ഒരു കഥയുമില്ല. ഇത് പക്വതയില്ല.
പക്വതയില്ലാത്തതുകൊണ്ട് ഒരവസ്ഥയിൽ പെട്ടുപോയിണ പറയോ അഭിലാഷ്? ഇത് പിന്നെ ഇങ്ങനെ ആവുമ്പോ നമുക്ക് അല്ല ഞാൻ ഈ ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം അത് സെബാസ്റ്റ്യൻ ചേട്ടൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുമ്പോ ഞാൻ അത് മാത്രല്ല, ഞാൻ ബാക്കിയെല്ലാം കൂടി ഞാൻ ആലോചിച്ച് പറയുമ്പോ ഈ നമുക്കിപ്പോ ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ എന്ത് ജീവിതത്തിൽ എന്ത് കാര്യമായാലും ഒരു ഡിമാൻഡ് തോന്നുന്നു, ഒരു സ്വപ്നം നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അയാൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്വപ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നില്ല പരസ്പരം. പക്വതയില്ലാത്ത പ്രായപൂർത്തിയാകാത്ത രണ്ടുപേര് തല്ലുപിടിക്കുന്നു. ഈ തല്ലുപിടിക്കുന്നത് സ്വപ്നത്തിലാണ്, മനസ്സിലായി? യാഥാർത്ഥ്യത്തിലാരും തല്ലുപിടിക്കുകയില്ല. അപ്പോൾ സ്വപ്നത്തിൽ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. 2 പേര് കക്കാൻ പോകുന്നു, 10 പേര് ഒരുമിച്ച് കക്കാൻ പോകുന്നു. അപ്പോൾ 10 പേര് ഒരുമിച്ച് നിന്ന് ചെയ്തുകൊണ്ട് സംഭവം ശരിയാവുക? ശരിയാകത്തില്ല. അപ്പോൾ തെറ്റിനെ എങ്ങനെയെല്ലാം നമ്മൾ വ്യാഖ്യാനിക്കാൻ നോക്കിയാലും തെറ്റെന്നും തെറ്റ് തന്നെയാണ്. സ്വപ്നം എന്നും നമ്മുടെ അടിസ്ഥാനമായിട്ട് ചേരുന്നതല്ല. സ്വപ്നത്തിൻ്റെ ഭാഗത്ത് ജീവിക്കാൻ പറ്റത്തില്ല. സ്വപ്നത്തിൻ്റെ ഭാഗത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അത് ശരിയാ, സ്വപ്നത്തിന്റെ ഭാഗത്ത് എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ഈ ഉണ്ടായി കഴിഞ്ഞ സ്വപ്നം ഡിസോൾവ് ചെയ്യാൻ പറ്റാണ്ട് അത് മറ്റൊരു രീതിയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന. അപ്പം നമ്മുടെ തുണി വെച്ച് അഴുക്ക് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? കഴുകിക്കളയും. അത്രയേ ഉള്ളൂ. നമ്മുടെ വേണ്ടാത്ത സ്വപ്നം, അതാണ് അവിഹിത ബന്ധം. ഹിതമല്ലാത്ത ബന്ധം നമുക്ക് കൃത്യമായിട്ടറിയാം. സ്വപ്നത്തിൻ്റെ ഭാഗം ആരംഭിക്കുമ്പോൾ തന്നെ അറിയാം ഇത് അവിഹിതമാണ്, നമുക്ക് പറ്റിയതല്ല എന്ന് കൃത്യമായിട്ടറിയാം. പിന്നെ അതിനെ താലോലിച്ചിട്ടാണ്, അതിനെ താലോലിച്ചാണ് ഈ പറയുന്ന വൈറസും ബാക്ടീരിയയും നമ്മളിൽ വളരുന്നത്. അതാണ് നമ്മളെ മാനസിക രോഗിയാക്കുന്നത്. അത് പിന്നെ ശാരീരികമായിട്ടുള്ള രോഗത്തിന് വഴിപ്പെടേണ്ടി വരുന്നു. ഒരിക്കലും നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു ഭാഗത്തും നാശനഷ്ടമില്ല. കാരണം തുടർച്ചയുണ്ട്. നാശനഷ്ടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചെടി വെച്ച് അല്ലെങ്കിൽ ഒരു പച്ചക്കറി വെച്ച് എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് നനക്കാൻ പറ്റുന്നില്ലെങ്കിൽ നശിച്ചു പോകത്തില്ലേ? നശിച്ചു പോകും. അപ്പോൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്താൽ അതിന് തീർച്ചയായിട്ടും തുടർച്ചയുണ്ടാവും. അത് എന്ത് കാര്യമാണെങ്കിലും സത്യസന്ധമായിരിക്കണം. എന്താണ് സത്യസന്ധതയുടെ അടിസ്ഥാനം? എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഭാഗവുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് തുടർച്ചയുണ്ടാവും. ഇപ്പോൾ ഒരാളുമായിട്ടൊരു കൂട്ടുകെട്ടി പിന്നെ നാളെ അത് വഴക്കാകുന്നു. എന്തുകൊണ്ടാണ്? ആരംഭത്തിൽ തന്നെ സത്യസന്ധതയില്ല, ആരംഭത്തിൽ തന്നെ കപടതയുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാകത്തില്ല. ഈ നമ്മള് എല്ലാരും ഉൾക്കൊള്ളുന്ന പ്രകൃതിയായിട്ട് എല്ലാം നല്ല രീതിയിൽ സമാധാനമായിട്ട് ഇരിക്കുന്നെന്ന് പറയുമ്പോ അതൊരു നല്ല സ്വപ്നല്ലേ? അല്ല, സ്വപ്നം അല്ലത്. നമ്മൾ അനുഭവിക്കുന്ന ഭാഗമാണ്. എല്ലാവരുമായിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറച്ചിൽ വെറും കള്ളത്തരമല്ലേ? അത് വെറും കപടതയല്ലേ? നമ്മൾ നന്നായിട്ട് ഇരിക്കണമെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതല്ല ഇവിടെ പറയുന്നത്. നന്നായിട്ട് ഇരിക്കുന്ന ഭാഗമില്ലേ നമ്മളിൽ? നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതുമായിട്ടുള്ള ബന്ധം. അവിടെയാണ് ആത്മാർത്ഥത. എന്തിനാണ് നമ്മളൊരു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ അഭിലാഷിൻ്റെ വീട്ടിലോട്ട് വരാം എന്ന് പറയുന്നത് എന്ത് കാര്യമിരിക്കുന്നു? അതിനകത്തൊരു കഥയില്ല. അതാണ് സ്വപ്നം ജനിപ്പിക്കുന്നതിൻ്റെ ഭാഗം. അഭിലാഷിൻ്റെ വീട്ടിലെത്തും. ആരെത്തും? ഞാനിവിടെ എങ്ങനെ ഇരിക്കുന്നു? എവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്? എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ്? ആ ഭാഗത്താണ് നമ്മളുടെ അനുഭവം തെളിഞ്ഞു വരുന്നത്. ജീവിക്കുന്ന ഭാഗത്ത് മാത്രമേ നമുക്ക് സമ്പന്നനാകാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളതെല്ലാം സ്വപ്നമാണ്. ബാക്കിയുള്ള എല്ലാം സർവ്വതും സ്വപ്നമാണ്. അപ്പോൾ ശരീരമെന്ന് പറയുന്നത് ചലിക്കുന്നതിന് കാരണം എന്താണ്? അത് മറ്റൊന്നും ഉള്ളത് കൊണ്ടാകരുതും, ചലിപ്പിക്കുന്ന ശക്തി ഉള്ളത് കൊണ്ടാകണം. അതാണ് സത്യസന്ധതയുടെ ഭാഗം തെളിച്ചു തരുന്നത്. നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ്? അതാണ് വിവേകപൂർണം. മനസ്സിലായി? സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചലിപ്പിക്കുന്ന അദൃശ്യമായിട്ടുള്ള ശക്തി തെളിഞ്ഞു വരത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ സമാധാനം കൈവരിക്കുന്നത്. അത് നമ്മളെ ചലിപ്പിക്കുന്നത്. പറയും. നമ്മള്
നമ്മളെ ശരീരവും നമ്മളും ഒഴികെ ബാക്കി നമ്മൾ കാണുന്ന ആൾക്കാരും എല്ലാം നമ്മളെ കൂടെ ചേർത്ത് കൊണ്ടുപോകുമ്പോ ഇല്ല ഇല്ല ഇല്ല, അവിടെ അടിവരയിടുക, കൂടെ ചേർത്ത് കൊണ്ടുപോകണ്ട, നമ്മളായിട്ട് കൂടെ ചേർക്കേണ്ട ആരെയും. ഇതെല്ലാം അവിടെ ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മളായിട്ട് കൂടെ ചേർക്കുമ്പോഴാണ് അവിടെയാണ് മുഴച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. മനസ്സിലായോ? വെച്ച് കെട്ടണ്ട, ആരെയും നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ നോക്കണ്ട, ആരെയും ചേർക്കാൻ നോക്കണ്ട. എല്ലാവരുമായിട്ട് ഒരുപോലെ ചേർന്നാണ് ഇരിക്കുന്നത്. ഈ പൊരുത്തപ്പെടുത്താൻ നോക്കണ്ട ആരും. ഈ പൊരുത്തപ്പെടൽ നോക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. എന്തിനാ പൊരുത്തപ്പെടുത്തണത്? ഈ പൊരുത്തപ്പെടുത്തുന്നത് നമ്മൾ കൃത്രിമമായിട്ടുള്ള ഭാഗമാണ്. അത് ശരിയായിട്ടുള്ള ജീവിതമല്ല. അതിനകത്ത് തന്നെ നമ്മുടെ ഈ ജീവിതത്തിലെ ഒരാളെ വളർച്ച, അഭിവൃദ്ധി, സ്നേഹം, ഇതെല്ലാം നമ്മളൊരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്? അല്ലല്ലല്ലേ, നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന ഭാഗം ഇല്ല. അങ്ങനെ ചരക്ക് കൊണ്ടുപോകുന്ന ഭാഗമല്ല ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ ചരക്ക് കൊണ്ടുപോകുന്നതാണ്, അതൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ഭാഗമാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ചലിപ്പിക്കുന്നതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നമ്മൾ മറ്റേത് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം, അതൊന്നും ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല. അതൊന്നും ജീവിതത്തിൻ്റെ ഭാഗമല്ല. നമ്മൾ ചലിക്കുന്ന ഭാഗം എന്താണ്? അതാണ് ജീവിതത്തിൻ്റെ ആരംഭം. അത് നമ്മളെ ആന്തരികമായ അനുഭവമല്ലേ? ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു റിസൾട്ട് അല്ലേ? നല്ല സ്വപ്നങ്ങള് അല്ല, ബാഹ്യമായിട്ട് കാണുന്ന എല്ലാം ബാഹ്യമായിട്ട് അവിടെ ഉള്ളതാണ്, നിൽക്കുന്നതാണ്. അത് നമ്മളുടെ നല്ലതോ മോശമോ എന്നൊരു ഭാഗമില്ല. നമ്മുടെ മുമ്പിൽ ഭയങ്കര വലിയൊരു മല നിൽക്കുന്നു. ആ മല സ്വർണത്തിൻ്റെ മലയാണ്. അതുകൊണ്ട് എന്താണ്? ഒരു കാര്യമില്ല, ഒരു കഥയില്ല. മനസ്സിലായോ? എല്ലാമായിട്ട് റിലേഷൻ നിരന്തരം ഉള്ളതാണ്. സർവ്വതുമായിട്ടുള്ള ബന്ധമുള്ളത്. ആ റിലേഷൻ നമ്മൾ അതുമായിട്ടുള്ള സ്വപ്നമല്ലേ? അല്ല, സ്വപ്നമല്ല. സ്വപ്നമാക്കുന്നത് അനുഭവത്തിൽ നിൽക്കാൻ പറ്റാത്തവന് പലതും വരും. അവന് പല മാനസിക അസ്വസ്ഥതകളും ഉണ്ടാവും. എന്നിട്ട് അവൻ്റെ അസ്വസ്ഥത എടുത്തിട്ട് അത് ശരിയാക്കാൻ നോക്കുകയും അവൻ്റെ ശരിയായിട്ടുള്ളതല്ലാത്തതിനെ എടുത്ത് ശരിപ്പെടുത്താൻ നോക്കുന്നതാണ് ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ജീവിതം വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ ഒരു അമ്മ ഒരു മകന് നല്ല ആഹാരം വെച്ച് വീട്ടിലെ ആൾക്കാർക്കെല്ലാം വെച്ച് കൊടുക്കുന്നതെന്ന് പറയുമ്പോ ആ അമ്മക്ക് ആ വീട്ടിനെ സംബന്ധിച്ച ഒരു സ്വപ്നവും കുട്ടീനെ വളർച്ചയെ സംബന്ധിച്ച് ഇല്ല, പൊട്ടത്തരമാണ്. സ്വപ്നം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ അത് സ്വപ്നമാകത്തില്ല. ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാണെങ്കിൽ അത് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയുടെ സ്വാധീനത്തിലാണെങ്കിൽ അവിടെ സ്വപ്നത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല. പറ്റത്തില്ല സ്വപ്നം കാണാൻ. സ്വപ്നം നല്ലത് ചീത്ത എന്നൊന്നുമില്ല അല്ലേ? ഏത് രീതിയിലുള്ള സ്വപ്നമായാലും അത് സ്വപ്നം നമ്മളുടെ ഭാഗമല്ല, ജീവിതത്തിൻ്റെ ഭാഗമല്ല സ്വപ്നം. ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് അനുഭവമല്ല, അല്ല, ആകത്തുമില്ല. ആകത്തുമില്ല. നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിപ്പിക്കുന്ന ഭാഗം എന്താണ്? അത് പ്രവർത്തിക്കുന്ന എവിടെയാണ്? അവിടെയാണ് അനുഭവം ഉള്ളത്. ഈ അനുഭവം കുറച്ച് കഴിയുമ്പോൾ മാറും. മനസ്സിലായി? അനുഭവം നമ്മൾ തെളിഞ്ഞു വരുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു വേറിട്ടൊരു അനുഭവം എന്നുള്ള ഭാഗം പോലും പറയേണ്ടി വരത്തില്ല. കാരണം ഇതെല്ലാമായിട്ട് ലയിച്ച് ഒരുമിച്ച് നിൽക്കുക. അതങ്ങനെയാണ്. അനുഭവം പോലും ഉണ്ടാകത്തില്ല പിന്നെ. പക്ഷേ എന്നാലും ആളുണ്ടാവും. മനസ്സിലായി? ആളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണ് ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകുകയും ചെയ്യും, നിലനിൽക്കുകയും ചെയ്യും. കാരണം നിലനിർത്തുന്നതല്ല, എന്താണ് ഉണ്ടാവേണ്ടത് നിലനിൽക്കുകയും ചെയ്യുന്നു പറയുന്നത് അതിനൊരു വ്യക്തമായി നിർവചിക്കാൻ പറ്റൂല അല്ലെ? നമ്മളിപ്പോ ഉണ്ടാവുന്നത് എങ്ങനെയാ പോകുന്നത്, നിലനിൽക്കുന്നതിനെ പറ്റി നമുക്കൊരു ഒരു ധാരണയും അതിനെപ്പറ്റി നമുക്കൊരു സ്വപ്നവും ഉണ്ടാവില്ലേ? അതെ, ഇല്ല, ഉണ്ടാകത്തില്ല. അങ്ങനെയല്ല. നിലനിൽക്കുന്ന അനുഭവത്തിൽ തുടരുമ്പോൾ സ്വപ്നങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം സംസാരം എന്ന് പറയുന്നത് വരെ സ്വപ്നം ജനിപ്പിക്കാതെ ഇത് അഭിലാഷ് ഇന്നതാണ് പറയാൻ പോകുന്നത്, അഭിലാഷ് ഇന്നതാണ് പറഞ്ഞത്, അങ്ങനെ ഒരു ഭാഗത്തോട്ടില്ല. അഭിലാഷ് പറഞ്ഞത് കഴിഞ്ഞോടെ. ഞാനത് സ്വപ്നമാക്കി മാറ്റുന്നില്ല. അത് ആര് പറഞ്ഞാലും ആരുമായിട്ട് ഇടപെട്ടാലും എന്ത് ചെയ്താലും നമ്മൾ സ്വപ്നം കൊണ്ടുവരരുത്.
അത് നമുക്ക് ഫലം ഇച്ഛിക്കുമ്പോഴാണ് സ്വപ്നം വരുന്നത്. ആ ആ ഫലം ഇച്ഛിച്ചാൽ സ്വപ്നം വരും. ഫലം ഇച്ഛിച്ചാൽ സ്വപ്നം വരും. അതായത് മറ്റൊരു വ്യക്തിയുമായിട്ട് മറ്റൊരു സംഭവമായിട്ട് ചേർന്നിട്ട് പുതിയ എന്താണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ നോക്കുകയും അത് ഈ ഭൂമിയിൽ നടക്കത്തില്ല. ഒരു കാരണവശാലും ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള അനുവദനീയമായിട്ടുള്ള വ്യവസ്ഥകൾ മാത്രമേ രൂപം കൊള്ളുകയും അത് തുടർന്ന് പോവുകയും ചെയ്യത്തുള്ളൂ. അത് തീരുമാനിക്കുന്നത് നമ്മളല്ല. അനുവദനീയമായിട്ടുള്ള അവസ്ഥകൾ നിലനിർത്തുന്നത് പ്രപഞ്ചമാണ്. നമ്മൾ വിചാരിക്കാൻ അങ്ങോട്ട് ഇതൊക്കെ ഇവിടെ നിലനിർത്തണം, നടക്കത്തില്ല. അതിൻ്റെ പേരിലാണ് യുദ്ധങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം അനുവദനീയമല്ലാത്ത വ്യവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് മാത്രമാണ്.